27 ജൂലൈ 2025 ഞങ്ങൾ ആദ്യമായിട്ട് ബാംഗ്ലൂരിലുള്ള ഇസ്കോൺ ടെമ്പിളിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യണ ദിവസം. ഈ മാസം നോക്കുകയാണെങ്കിൽ എനിക്ക് 1 വർഷമാവും. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് നേരിട്ട് പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് കഴിച്ച് ഓട്ടോ ബുക്ക് ചെയ്ത് ഇസ്കോൺ ടെമ്പിളിലേക്ക് പോവാണ്. പോണ വഴിയിൽ പല പല കാഴ്ചകളും കാണാം. ചേട്ടൻ വർക്ക് ചെയ്യണ ബോഷ് ഓഫീസ് കാണാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1/2 hour യാത്രയാണ് ഉള്ളത്. സ്ഥലം ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്തായിട്ട് നമ്മൾ ഇവിടുന്ന് 14 കിലോമീറ്റർ അതെല്ലാം പോയി നമ്മൾ അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞു. മാപ്പെല്ലാം നോക്കി വന്നപ്പോൾ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് ലാൽബാഗ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ വരാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം ഞങ്ങൾ കുറേ വീഡിയോയും ഫോട്ടോസും എല്ലാം എടുത്ത് അങ്ങനെ കുറച്ച് നേരം സമയം അവിടെ കാണും. മെട്രോ വരാൻ ഇനി 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് നമ്മൾ കമ്മൽ ഇങ്ങനെയുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് സാൻഡിൽ സോപ്പ് ഫാക്ടറിയാണ്. അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഒരു 500 മീറ്ററോ അങ്ങനെ എന്തോ കുറച്ച് നടക്കാണ്ടായിരുന്നു. അങ്ങനെ നടക്കണ വഴിയാണിത്. നടക്കണ വഴിയിൽ കുറേ ആൾക്കാരും തിക്കും ഉണ്ടായിരുന്നു. ഇതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു ഞങ്ങൾ പോയേ. അതിൻ്റെതായ ഫുൾ നല്ല തിരക്ക്. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇത്തിരി ഉള്ളൂ എന്നൊക്കെ തോന്നും. പക്ഷേ തോന്നലല്ല, അത് ശരിയാണ്. ഈ ലൈനിൽ നിന്ന് ആ അമ്പലം വരെ എത്തുന്നിടത്തേക്ക് കുറേ വരികൾ കാണാനുണ്ട്. ആ വരികളൊക്കെ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ ചെരുപ്പെല്ലാം അവിടെ പുറത്ത് തന്നെ ഒരു കവറിലാക്കി സ്റ്റോക്ക് വെച്ചിട്ട് വേണം കേട്ടോ അങ്ങോട്ട് ഉള്ളിൽ കയറാനായിട്ട്. നല്ല അസല് വരി ഉണ്ടായിരുന്നു. എത്ര ആൾക്കാരാണ് ഈ സൺഡേ ആയിട്ട്, അതായത് സൺഡേ ആണല്ലോ എല്ലാവർക്കും ഓഫ് ഡേ. അപ്പോൾ ആ ഒരു ഇത് കണക്കിൽ വെച്ചിട്ടായിരിക്കും എല്ലാവരും വന്നത്, നമ്മളെപ്പോലെ തന്നെ. അങ്ങനെ കുറേ വരിയൊക്കെ നടന്ന് അമ്പലം എത്താറായപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ടായിരുന്നു. അമ്പലം മാത്രമല്ല, അമ്പലത്തിൻ്റെ പുറത്തുള്ള ഔട്ട്സൈഡ് ഏരിയയും നല്ല പോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രസത്തിൽ അവർ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് കയറാനായിട്ട് പോകാൻ കേട്ടോ. അമ്പലം ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണുമ്പോൾ നല്ല അടിപൊളി, നല്ലൊരു ഭംഗി, നല്ലൊരു വ്യൂ. ഇവിടെ നിന്നിട്ടാണ് എല്ലാവരും ഫോട്ടോ എടുക്കണ്ടായിരുന്നത്. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഉള്ളിലേക്ക് കയറിയതും ഇങ്ങനെ കുറച്ച് കട്ടകൾ വിരിച്ച് അതിന്മേലെ കാല് വെച്ച് ഇങ്ങനെ നടക്കണതാണ് ശ്രദ്ധിച്ച്. കാരണം ഇത് ആചാരമാണോ അതോ തിരക്ക് കുറയ്ക്കാനാണോ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ നടയിൽ എത്തണ വരെ ഇങ്ങനത്തെ ഒരു പീസ്, ഒരു കട്ട വിരിച്ചിട്ട് ഉണ്ടായിരുന്നു. അമ്പലത്തേക്ക് പ്രാർത്ഥിക്കാനാണോ പോണേന്നൊക്കെ ചെറുതായി ഡൗട്ട്ഫുള്ളായിരിക്കും. കാരണം ഇത്രയും ആർക്കിടെക്റ്റായി ഇത്രയും ഭംഗിയിൽ ഇതിൻ്റെയൊക്കെ ഡിസൈനും ഈ അമ്പലത്തിൻ്റെ ഈ സ്ട്രക്ചറെല്ലാം കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീല്, നല്ലൊരു ഭംഗിയുള്ളൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഫോണ് ഉള്ളിലേക്ക് അലൗഡ് അല്ല. അത് കഴിഞ്ഞ് ഉള്ളിൽ കുറേ ഗേൾസ്, അതായത് കുറേ സ്ത്രീകൾ ഡാൻസ് കളിച്ച് കൃഷ്ണൻ്റെ ചുറ്റും ഡാൻസ് കളിച്ച ഒരു വ്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് എടുക്കാൻ പാടില്ല, അലൗഡ് അല്ല. അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അതും എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് തന്നെ ഇങ്ങനെ സ്റ്റോളുകൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞാൻ അവിടെ നിന്ന് മേടിച്ചത് വാളിൽ ഡെക്കറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വാൾ ഹാങ്ങറായിട്ട് 2 ബെല്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാൾ സ്റ്റിക്കർ, ഒരു ഫ്രെയിം പോലത്തെ കൃഷ്ണൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം അവിടെ അടിപൊളിയായിട്ട് കിട്ടും. പക്ഷേ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു തോന്നലുണ്ടായില്ല. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഒരു ഫ്രീ ഫുഡെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഈ നടക്കണതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു നല്ല പൂൾ പോലെ, ഒരു നല്ലൊരു കുളം സെറ്റപ്പ് പോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ബ്ലൂ കളറിലായിട്ട്. ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കയറി എല്ലാ കാഴ്ചകളും കണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട വഴിയായിരുന്നു ഇത്. അങ്ങനെ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങായി.
നമ്മുടെ നാട്ടിൽ പ്രസാദൂട്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ അമ്പലത്തിലും ഇങ്ങനെ കുഞ്ഞൊരു ഇല പോലെയുള്ള ഇല വെച്ചുണ്ടാക്കിയ പാത്രത്തിൽ ഇങ്ങനെ പ്രസാദങ്ങൾ എല്ലാവർക്കും കൊടുക്കുക. അത് ഇവിടെയും ഞാൻ ചെന്നൈയിലും ബാംഗ്ലൂരാണ് കണ്ടിട്ടുള്ളൂ. അതൊരു നല്ലൊരു തിങ്ങായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിക്കണവർക്ക് കഴിക്കാൻ, കഴിക്കാത്തവർക്ക് കഴിക്കേണ്ട അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മെട്രോ പോകാമെന്ന് എല്ലാ വഴിയും നോക്കി. എല്ലാ വഴിയിലും ഏത് എളുപ്പം നോക്കിയപ്പോൾ ഓട്ടോ ആയിരുന്നു ബെസ്റ്റ്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.